ഒരു നോൺ ഗസറ്റഡ് തസ്തികയിലുള്ള ഒരു ജീവനക്കാരൻ ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രൊമോഷൻ ലഭിക്കുമ്പോൾ അയാളുടെ സർവീസ് ബുക്ക്, ഗസറ്റഡ് എൻറേജ്മെന്റ് രജിസ്റ്റർ, RTC, അയാളുടെ LPC, പോസ്റ്റിംഗ് ഓർഡർ, പേഴ്സണൽ മെമ്മോറാണ്ട, ഇത്രയും കാര്യങ്ങൾ ഒരു കവർ ലെറ്റർ സഹിതം നമുക്ക് നേരത്തെ AG-യിൽ അയച്ചു കൊടുത്തിട്ടാണ് അവരുടെ പേ സ്ലിപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്പാർക്കിൽ നമുക്ക് അതിനായിട്ട് പ്രൊമോഷൻ ഓപ്ഷൻ വഴി തന്നെ ഇത് ചെയ്യാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയ ഒരു വീഡിയോ ആണ്. അതിനെപ്പറ്റി ഒരു വീഡിയോ ആണ്. നമുക്ക് അതിനായിട്ട് സ്പാർക്ക് ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ ഏജിൽ നിന്നും ഇത് അയക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അയക്കേണ്ട കേസുകളുണ്ടെങ്കിൽ അയക്കുക. നമുക്ക് എന്തായാലും ഇതൊന്ന് ലോഗിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഞാനിവിടെ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. ഇതിൽ നമുക്ക് എടുക്കേണ്ട ഓപ്ഷൻ സർവീസ് മെറ്റീരിയൽസിൽ നോർമൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ പ്രൊമോഷൻ ട്രാൻസ്ഫർ ആണ് ചെയ്യേണ്ടത്. പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ്റെ സബ് മെനു ആയിട്ടാണ് നമുക്ക് നോൺ ഗസറ്റഡ് ജീവനക്കാരൻ്റെ പ്രൊമോഷൻ ഓർഡർ എൻട്രി ആണ് നമ്മൾ ആദ്യം ചെയ്യുക. അപ്പോൾ എൻ്റെ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് ബ്രാക്കറ്റിൽ നോൺ ഗസറ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പോസ്റ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ ഓർഡറിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതിനകത്ത് എൻട്രി ആദ്യം വരുത്തുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു പേജ് എടുക്കാം. ഈ ഒരു പേജിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. അതിനുശേഷം ഓഫീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ പ്രൊമോഷൻ ഓർഡർ എൻട്രി, അതിനുശേഷം പ്രൊമോഷൻ ഓർഡർ ഡേറ്റ്, ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നോൺ ഗസറ്റഡ് ടു ഗസറ്റഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ റിവേഴ്സിംഗ് ആണ്. നമുക്ക് വേണ്ടത് പ്രൊമോഷനാണ്. നമുക്ക് നോൺ ഗസറ്റഡിൽ നിന്നും ഒരു ജീവനക്കാരൻ ഗസറ്റഡ് പോസ്റ്റിലേക്ക് പ്രൊമോഷനായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോൺ ഗസറ്റഡ് ടു ഗസറ്റഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊമോഷൻ ഓർഡർ നമ്പർ, ഡേറ്റ് എന്നിവ അവിടെ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓർഡർ എൻട്രി നടത്തി. ഇനി ഇവിടെ ജസ്റ്റ് താഴെ നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ റീഡ് വിത്ത് കൺവേ വിത്ത് ആ ഒരു ഭാഗം കൂടെ ഫില്ല് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്ത് ഇൻസേർട്ട് പറഞ്ഞു ഏത് ജില്ലയിലേക്കാണ് അയാൾ ട്രാൻസ്ഫർ ആയി പോയിട്ടുള്ളത്, മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു. അതിനുശേഷം കൺഫേം ചെയ്യാം. അപ്പോൾ സാധാരണ ഒരു പ്രൊമോഷൻ ഓർഡർ എൻട്രി എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ആ ഡീറ്റെയിൽസ് അയാളുടെ വിത്ത് എഫക്റ്റഡ് ഡേറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് അതിനകത്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ തന്നെ പ്രൊമോഷൻ ആൻഡ് സബ്മെനുവായിട്ട് നിങ്ങൾക്ക് ഇവിടെ റിലീവ് ഓൺ പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പം ഇത് സെയിം ആണെങ്കിലും ഇതേ സെയിം ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ഓഫീസിൽ ഇരുന്ന് അതേ ഓഫീസിൽ തന്നെയാണ് പ്രൊമോഷൻ ട്രാൻസ്ഫർ ആയി ഇരിക്കുന്നതെങ്കിൽ കൂടി അയാൾക്ക് ഇതേ ഓപ്ഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം റിലീവ് ഓൺ പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, എംപ്ലോയി ഒക്കെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഓഫീസ്, എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ് നമ്മൾ നേരത്തെ ഓർഡർ എൻട്രി ചെയ്ത് വെച്ചേക്കുന്ന അനുസരിച്ച് ഇവിടെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. നമുക്ക് അത് വെച്ചിട്ട് അതിനുശേഷം ഇവിടെ നമുക്ക് റിലീവിംഗ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു, അതെല്ലാം സെലക്ട് ചെയ്ത് അതിനുശേഷം നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കൺഫേം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ എന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നോർമലി ഒരു പ്രൊമോഷൻ ഓർഡർ എന്ത് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആ എംപ്ലോയിയെ റിലീവ് ചെയ്യുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് വെതർ പാർട്ട് സാലറി ഉണ്ട്, പാർട്ട് സാലറി ടു ബി പ്രോസസ്ഡ് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം നോൺ ഗസറ്റഡ് പീരിയഡിന്റെ പഴയ ഓഫീസിൽ തന്നെയാണ് സാലറി പ്രോസസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് 5-ാം തീയതിക്ക് മുമ്പൊക്കെയാണ് റിലീവ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് സാലറി പ്രോസസ് ചെയ്യുമ്പോൾ മൈനസ് വരാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഗ്രോസ് എമൗണ്ടിനേക്കാളും കൂടുതലായിരിക്കും നമ്മുടെ ഡിഡക്ഷൻസ് ഒക്കെ. അപ്പോൾ ആ രീതിയിൽ അതൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്തിട്ട് വേണം ഈ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാനായിട്ട്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കേസ് എന്തെന്ന് വെച്ചാൽ ഈ ജീവനക്കാരനെ നമ്മൾ ആദ്യമേ ഞാൻ പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഈ ഒരു എംപ്ലോയിയുടെ സർവീസ് ബുക്ക് നമുക്ക് സ്കാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ അതൊന്ന് സ്കാൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത്. അയാളുടെ സർവീസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ AG-ക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് ബുക്ക് നമുക്ക് സ്കാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതേപോലെ നമുക്ക് അയാളുടെ RTC, അയാളുടെ പോസ്റ്റിംഗ് ഓർഡർ, അതുപോലെ അയാളുടെ LPC, അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സ്കാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് സ്കാൻ ചെയ്ത് നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള അത് ഓൺലൈനായിട്ട് നമുക്ക് AG-ക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത സർവീസ് ബുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് നമ്മളിത് ഇതിനകത്ത് സ്കാൻഡ് സർവീസ് ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ
സർവീസ് ബുക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് ഇതിനകത്ത് അപ്ലോഡ് സ്കാൻഡ് സർവീസ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബുക്ക് ഇവിടെ നമുക്ക് ഓഫീസ് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് സ്കാൻഡ് അപ്ലോഡ് സ്കാൻ സർവീസ് ബുക്ക് എന്നുള്ളത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ വെരിഫൈ സ്കാൻഡ് സർവീസ് ബുക്ക് ഉണ്ട്. അതിന്റെ വീഡിയോ ആണ് വെരിഫൈ ചെയ്യുന്നത്. അത് വെരിഫൈയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ബുക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്തിരിക്കണം. ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമായിരുന്നു. നമുക്ക് സർവീസ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പേജുകളും 1 by 1 ആയിട്ട് അതിനകത്ത് സ്കാൻ ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് റിലീവ് ചെയ്തു, പ്രൊമോഷൻ ഓർഡർ എൻ്റെ അടുത്ത് റിലീവ് ചെയ്തു. അതിനുശേഷം നമുക്കിനി ജോയിൻ ഓൺ പ്രൊമോഷൻ, അത് സെയിം ഓഫീസിലാണെങ്കിലും മറ്റൊരു ഓഫീസിലാണെങ്കിലും നമുക്കിനി ജോയിൻ ഓൺ പ്രൊമോഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എംപ്ലോയി ഇതിനകത്ത് ജോയിൻ ചെയ്യിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് എംപ്ലോയി, ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം കൊടുത്ത് നോർമലി ഒരു എംപ്ലോയി എങ്ങനെയാണോ സെയിം ഓഫീസിലാണെങ്കിൽ അങ്ങനെ, മറ്റൊരു ഓഫീസിലേക്കാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മളൊരു ജോയിൻ ഓൺ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൺഫേം പറയാം. ഇവിടെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. ഇവിടെ കൺഫേം പറയുകയാണ്. അപ്പൊ ഈ രീതിയിൽ ആ എംപ്ലോയിയെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് അയാളെ ജോയിൻ ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, സെയിം ഓഫീസ് ആണെങ്കിലും മറ്റൊരു ഓഫീസ് ആണെങ്കിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ അയാളെ ജോയിൻ ചെയ്യിക്കുക. ഇപ്പൊ ഈ സ്റ്റെപ്പ് നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പുകളാണ്, മറ്റു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അയാളുടെ ഈ സർവീസ് ബുക്ക് സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇനി അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇയാൾക്ക് ഇനി പാർട്ട് സാലറി കൊടുക്കുക എന്നുള്ളതാണ്. അയാൾക്ക് നമ്മൾ പ്രൊമോഷൻ ഓർഡർ എൻട്രി നടത്തി, റിലീവ് ചെയ്തു, പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യിച്ചു. അതിനുശേഷം പഴയ ഓഫീസിൽ, സെയിം ഓഫീസ് ആണെങ്കിലും പഴയ ഓഫീസിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രോസസ്സിംഗിൽ പോയിട്ട് മന്ത്ലി സാലറി പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത്, നോർമലി അയാൾക്ക് എങ്ങനെയാണ് നമ്മൾ സാലറി പ്രോസസ് ചെയ്യുന്നത് ആ മാസം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിയുടെ പേര് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം അയാൾക്ക് പാർട്ട് സാലറി പ്രോസസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അയാളുടെ LPCയും ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യം പാർട്ട് സാലറി പ്രോസസ് ചെയ്യുക. പാർട്ട് സാലറി പ്രോസസ് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഞാൻ ഈ പറഞ്ഞ 5-ാം തീയതിക്ക് മുമ്പുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടൊക്കെയാണ് റിലീവ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ പാർട്ട് സാലറി പ്രോസസ് ചെയ്യുന്ന സമയത്ത് മൈനസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അയാളുടെ ഡിഡക്ഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ സാലറി പ്രോസസ് ചെയ്യും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് LPC ജനറേറ്റ് ചെയ്യാനായിട്ട് സാലറി മാട്രിക്സിൽ തന്നെ അതർ റിപ്പോർട്ട്സ് അതിന് സബ്മിനുമായിട്ട് ഇവിടെ LPC എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു LPCയും കൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഓഫീസർ സൈൻ ചെയ്ത് സ്കാൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ഇനി AG ഇത് അറിയിക്കുക എന്നുള്ളതാണ്. AG അറിയിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ പ്രൊമോഷനിൽ തന്നെ അതിന്റെ സബ്മെനുമായിട്ട് നമുക്കിവിടെ NGO to SGO പ്രൊമോഷൻ ഇന്റിമേഷൻ ടു AG എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമലി നമ്മളിപ്പം ഇവിടെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം പ്രൊമോഷൻ ഓർഡർ എൻട്രി, അതിനുശേഷം റിലീവ് ഓൺ പ്രൊമോഷൻ, അതിനുശേഷം അയാളുടെ ജോയിൻ ഓൺ പ്രൊമോഷൻ, അതിനുശേഷം അയാളുടെ പാർട്ട് സാലറി പ്രോസസ്സിംഗ്. ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് സർവീസ് ബുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് SGO പ്രൊമോഷൻ ഇന്റിമേഷൻ ടു AG എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു പേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡ് ലിസ്റ്റ് ചെയ്യും, അത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് DSC കൂടെ വേണം. DDO ലോഗിൻ വഴിയാണ് ചെയ്യുക. അപ്പം ഡിജിറ്റലി CTC നമുക്ക് AGക്ക് ഇത് ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് വരും. അതോടൊപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്യുക. ഇപ്പൊ ഇവിടെ അപ്ലോഡ് പ്രൊമോഷൻ ഓർഡർ ചോദിക്കുന്നുണ്ട്. നമുക്കുള്ള പ്രൊമോഷൻ പോസ്റ്റിംഗ് ഓർഡർ ആണ്. പിന്നെ റിലീവിംഗ് ഓർഡർ, അപ്ലോഡ് റിലീവിംഗ് ഓർഡർ നമ്മുടെ ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്ത ഓർഡർ വേണം. അതുപോലെ അപ്ലോഡ് ജോയിനിങ് ഓർഡർ, നമുക്ക് നമ്മുടെ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്തതിന്റെ ഓർഡർ വേണം. അതുപോലെ തന്നെ നമ്മുടെ LPC വേണം. അതുപോലെ ജോയിനിങ് CTC വേണം. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് നമുക്ക് ഇത് CTC ഓൺലൈനായിട്ട് AGക്ക് ഡിജിറ്റലി സൈൻ വെച്ച് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്ത് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിജിറ്റലി സൈൻ ചെയ്ത് ഇത് AGക്ക് ഫോർവേഡ് ചെയ്യും. നമുക്ക് സെലക്ട് ചെയ്ത് DSC കണക്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലായിരിക്കും വരിക. ഈ രീതിയിൽ നിങ്ങൾ അത് കൺഫേം ചെയ്യുക. നമുക്കിത് AGക്ക് പോയിട്ടുള്ളതായിട്ടുള്ള മെസ്സേജ് കാണിക്കും. ഇത് സക്സസ്ഫുള്ളി ഫോർവേഡ് ടു AG എന്ന് ഒരു മെസ്സേജ് കാണിക്കും. നമുക്കത് ഓക്കെ പറയാം.
ഇപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് എ ജിക്ക് നമ്മുടെ ഇന്റിമേഷൻ, അതായത് നോൺ ഗസലിൽ നിന്ന് ഗസലിലേക്ക് പ്രൊമോഷൻ ആകുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് എ ജിയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എംപ്ലോയിയുടെ സർവീസ് ബുക്ക് അപ്ലോഡ് ചെയ്യണം. അതുപോലെ മാൻഡേറ്ററി ഡോക്യുമെന്റ് ആയിട്ട് പ്രൊമോഷൻ ഓർഡർ, ലീവിംഗ് ഓർഡർ, ജോയിനിങ് റിപ്പോർട്ട്, ജോയിനിങ് CTC ആൻഡ് LPC അപ്ലോഡ് ചെയ്യണം. ഇത് സെയിം ഓഫീസ് ആയാലും മറ്റൊരു ഓഫീസിലേക്കായാലും ഇത് ചെയ്തിരിക്കണം. അതുപോലെ 1/4/2026 ശേഷമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് AG യിലേക്ക് അയക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്നും കരുതുന്നു.